ജീവനും മരണവും മനുഷ്യൻ്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് എടുക്കാം എന്ന പ്രഭാഷക വചനത്തിൻ്റെ അഭിഷേകത്താൽ തിരഞ്ഞെടുപ്പുകളിൽ ജീവന്റെ കിരീടത്തിനായി പോരാടി നമ്മിൽ നിന്ന് വിട പറഞ്ഞ സിസ്റ്റർ എലിസബത്ത് വയോളയ്ക്ക് ആദരാഞ്ജലികൾ. പുറനാട്ടുകര ഇടവക, ചാലക്കൽ, ചാക്കുണ്ണി, പിറ്റ്യാനം എന്നീ മാതാപിതാക്കളിൽ നിന്ന് 1941 ഏപ്രിൽ 18 പൂജാതി സിസ്റ്റർ 1967 മെയ് 2 ആദ്യ വ്രതവും 1972 മെയ് 15 നിത്യവ്രത വാഗ്ദാനവും അനുഷ്ഠിച്ച് കർത്താവിന് സ്വന്തമായി. അധ്യാപനമായിരുന്നു പ്രധാന പ്രേക്ഷിത പ്രവർത്തനം. കുഞ്ഞുങ്ങളിൽ കർത്താവിനെ പകർന്നു കൊടുത്ത് സ്നേഹത്തിന്റെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത സിസ്റ്റർ പാവങ്ങളോടും പതിതരോടും അനുകമ്പയോടെ വർത്തിച്ചിരുന്നു. ദൈവവിളിക്ക് വളക്കൂറുള്ള മണ്ണാണ് ചാലിക്കൽ തറവാട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് സ്വന്തം സഹോദരി സിസ്റ്റർ അൻസറ്റ, സഹോദര പുത്രിമാരായ സിസ്റ്റർ സോണിയ, സിസ്റ്റർ ലയോണി, സഹോദരി പുത്രി സിസ്റ്റർ അനീന. 2017 സന്യാസത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കാനുള്ള ഭാഗ്യം സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. നീണ്ട 58 വർഷക്കാലം സമർപ്പിത ജീവിതം നയിച്ച വയോളമ്മ CKC പാവട്ടെ, കോലഴി, സേക്രഡ് തൃശൂർ, കാട്ടുങ്ങച്ചിറ, വരന്തരപ്പള്ളി, പാലുവായ്, സെന്റ് മേരീസ് ഒല്ലൂർ, പുതുക്കാട്, ഫാറ്റിമ ഒല്ലൂർ, കൊട്ടേക്കാട്, വേലൂർപാടം, സെയിന്റ് ആൻസ്, സെയിന്റ് പോൾ കുരീച്ചറ, മരീനപ്പോ എന്നിവിടങ്ങളിൽ തൻ്റെ സുദീർഘമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ദൈവത്തോടുണ്ടായിരുന്ന ആഴമായ അഭിനിവേശം പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണത്താൽ നീണ്ട വർഷത്തോളം ഡിവൈനിൽ നിസ്വാർത്ഥ സേവനം ചെയ്യാൻ സിസ്റ്ററിനെ പ്രാപ്തയാക്കി. അനേകരെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ആനയിക്കാൻ ഈ കാലഘട്ടത്തിൽ സിസ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും തൻ്റെ ജീവനും ശ്വാസവും ദൈവത്തിലായിരുന്നു. ഇപ്പോഴും എല്ലാവരുടെയും ആർദ്രതാപൂർവ്വം പെരുമാറുന്ന ദൈവിക ചൈതന്യത്താൽ അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്തിരുന്നു. സെന്റ് പോൾസ് കോൺവെന്റിൽ വിശ്രമജീവിതം നയിച്ചു വരവേ വാർദ്ധക്യ സഹജമായ രോഗത്താൽ കൂടുതൽ നല്ല പരിചരണത്തിനായി 2022 മരീനപ്പം ചുടലിലേക്ക് സിസ്റ്റർ സ്ഥലം മാറി. പ്രാർത്ഥനാ ചൈതന്യവും ഉത്സവശീലം, കൂട്ടക്രമങ്ങളോടുള്ള വിശ്വസ്തത എന്നീ സുഹൃതങ്ങളാൽ ഏവർക്കും ഒരു നല്ല മാതൃകയായിരുന്നു. രോഗാവസ്ഥയിൽ വളരെ ശാന്തതയോടെ ക്ലേശങ്ങൾ സഹിച്ച സിസ്റ്റർ ആത്മാവിനടുത്ത കൂദാശകൾ കൈക്കൊണ്ട് ഇന്നലെ 25/6/25 രാവിലെ 9 മണിക്ക് സമൂഹാംഗങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യത്തിൽ തൻ്റെ നാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. തൻ്റെ കണ്ണ് ദാനം ചെയ്ത സിസ്റ്റർ സ്വയദാനത്തിന് മാതൃകയായി, മനുഷ്യസ്നേഹത്തിന് ഒരു ഉദാത്ത മാതൃകയായി. സിസ്റ്ററിന് നല്ല ദൈവം ജീവന്റെ കിരീടം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാശ്വാസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജീവിച്ച തീക്ഷ്ണതയേറിയ പ്രേക്ഷിത ചൈതന്യത്തിലുള്ള ജീവിതം നമുക്ക് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി സിസ്റ്ററിൻ്റെ സ്വർഗീയ യാത്രയിൽ സിസ്റ്ററിനെ പ്രാർത്ഥനാപൂർവ്വം നിഗമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ കൃത്യത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം അങ്ങയുടെ തിരുമുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു, മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങേ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാമോദീസായിൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും മറ്റു കൂദാശകളാൽ വിശദീകൃതവുമായ ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ അർഹയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഉത്തരവാദിത്വപൂർണമായ ദൗത്യ നിർവഹണത്തിൽ ഈ ആത്മാവിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദയാപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയോളമയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന സമൂഹാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെല്ലാവരും സ്വർഗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്നെന്നെ അണിയിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്ത്യബഹാദനം അർപ്പിക്കാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരിച്ചവരെ അർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടി ഈ സഹോദരിയെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ സഹോദരിയുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആത്മാവിനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പോവുക വെളിവിൻ പരിമളമെങ്ങും ഭാഗ്യമലരേ പരമോന്നതമാ പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നിൽ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ ഉയരുക വിണ്ണിൽ. അവനിലങ്ങേ സ്നേഹിതഗണവും സഹവാസികളും ചുടുകണ്ണീരിൻ കാഴ്ചകളങ്ങേ കർപ്പിക്കുന്നു. അന്തിമയാത്ര വന്ദനമോടെ പിരിയും നിമിഷം ദുഃഖമിയെന്നീ മിത്രജനങ്ങൾ വിലപിക്കുന്നു. ഞങ്ങളുമിടമേ അപകടമേതും കലരാതൊരു നാൾ നിത്യവിരുന്നിൻ മണിയറ ചേരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സരസുധയെ കൈവെടിയരുതേ. പോവുക വെളിവിൻ പരിമളമെങ്ങും ഭാഗ്യമലരേ പരമോന്നതമാ പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നേ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ ഉയരുക വിണ്ണിൽ. അവനിലങ്ങേ സ്നേഹിതഗണവും സഹവാസികളും ചുടുകണ്ണീരിൻ കാഴ്ചകളങ്ങേ കർപ്പിക്കുന്നു. അന്തിമയാത്ര വന്ദന
ജനങ്ങൾ വിലപിക്കുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമോ, അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാ. സമ്പാദിപ്പവനീശ്വരനായി സമ്പാദിക്കുകയിലവയൊന്നും മൃതിയുടെ ചുഴി താഴെ